ബി.ജെ.പിയുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധം അവരുടെ വാട്സാപ്പ് സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റികളാണ്. സത്യത്തെ അസത്യമായും ചരിത്രങ്ങളെ വക്രീകരിച്ചും ചരിത്ര പുരുഷന്മാരെ ഉന്മൂലനം ചെയ്തും പുതിയ അവതാരങ്ങളെ വാർത്തെടുത്തും അവർ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന നുണബോംബുകൾ കൊണ്ടാണ്. ഒരേ ആവർത്തി പല്ലവികൾ നടക്കുമ്പോൾ കേൾവിക്കാരൻ അത് സത്യമാണെന്ന് വിശ്വസിക്കും. പ്രത്യേകിച്ച് മതഭ്രാന്ത തലക്ക് പിടിച്ച ഹിന്ദുത്വവാദികൾക്കിടയിൽ ആ പ്രചരണത്തിന് എരിവ് കൂടും. ഇതിനിടയിലെ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് പോലും സാധിക്കാത്ത അത്ര വലുതാണ് ബി.ജെ.പിയുടെ IT വിങ്ങും അവരുടെ പ്രചാരണവുമൊക്കെ. അതിൻ്റെ മുനിയൊടിഞ്ഞത് നമ്മൾ കാണുന്നത് ധ്രുവ് രാഠിയുടെ ബി.ജെ.പി വിരുദ്ധ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ കൊണ്ടാണ്. ബി.ജെ.പി നുണകൾ ലോകത്തിന് മുൻപിൽ അദ്ദേഹം പച്ചയായി തുറന്നു കാണിക്കുന്നത് നമ്മൾ കണ്ടു. ലക്ഷക്കണക്കിന് കാഴ്ചക്കാർ ഈ യുവാവ് പറയുന്നത് സാഹൂതം വീക്ഷിച്ചു. ഇതിലൂടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കൊരു കാര്യം വ്യക്തമായി: ബി.ജെ.പി കെട്ടിപ്പൊക്കിയ IT മതിലൊന്നും പൊളിച്ചാൽ പൊളിയാത്തതല്ല എന്ന്. സാധാരണ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ആശയ കൈമാറ്റത്തിന് നേതാക്കൾ ഉപയോഗിച്ചു വന്നിരുന്നത് ഒന്നുകിൽ മുഖ്യധാര മാധ്യമങ്ങളെയാണ്, അല്ലെങ്കിൽ അവരുടെ തന്നെ യൂട്യൂബ് ചാനലുകളൊക്കെയാണ്. എന്നാൽ കൃത്യമായ SEO പ്രകാരം ടാർഗറ്റഡ് പ്രേക്ഷകരെ സൃഷ്ടിക്കുവാനോ തങ്ങളുടെ വാക്കുകളിൽ നിന്നും സോഷ്യൽ മീഡിയ വിപ്ലവം ഉണ്ടാക്കുവാനോ ഒന്നും ഇവർക്കൊന്നും സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കർണാടക കോൺഗ്രസ് അതിന് മുതിരുകയാണ്. ഇതിൻ്റെ ആദ്യഘട്ടം എന്നോണം കർണാടക PCC ആസ്ഥാനത്ത് ഒരു സ്റ്റുഡിയോയും യൂട്യൂബ് ചാനലും ഒരു പത്രമാധ്യമവും ആരംഭിക്കാനിരിക്കുകയാണ് കോൺഗ്രസ്. ജനങ്ങൾക്ക് പാർട്ടിയുടെ പദ്ധതികൾ അറിയുവാനും ബി.ജെ.പിയുടെ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകാനും പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചരിപ്പിക്കാനുമൊക്കെയാണ് കോൺഗ്രസ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നതൊരു സത്യമാണ്. കോൺഗ്രസിൻ്റേതെന്ന് വരുന്ന കാര്യങ്ങളിൽ കൂടുതലും പാർട്ടിയിലെ പ്രശ്നങ്ങളും കൊഴിഞ്ഞുപോക്കും ഒക്കെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ചയാവാറുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന എല്ലാ നന്മകളും വികസനങ്ങളും നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയാണ്. ഈ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയാൻ കോൺഗ്രസിനൊരു മാധ്യമം വേണമെന്ന ആശയത്തിനാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും കോൺഗ്രസിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന ആശങ്കയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നു. അതേസമയം കേരളത്തിലുൾപ്പെടെ കോൺഗ്രസിന് പത്രവും ചാനലും ഉണ്ടെങ്കിലും മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ഇതുവരെയും ഈ രണ്ട് സംവിധാനത്തിനും സാധിച്ചിട്ടില്ല. കർണാടകയിലെ കോൺഗ്രസ് വികാരം അണികൾക്കിടയിൽ നിന്നും നല്ല വായനക്കാരെയും കാഴ്ചക്കാരെയും സൃഷ്ടിക്കുവാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് കർണാടകയിലെ കോൺഗ്രസ്. Waytonikah.com, the exclusive Muslim matrimonial site.